ഓപ്പൺ ചെയ്യുന്നതിന്റെ പ്രശ്നമില്ല സാർ. ഇവിടെ ഒരു പേഷ്യന്റ് അല്ല, ഇവിടെ ഒരു സ്റ്റാഫ് ഇല്ലല്ലോ. നിലവിൽ ഈ വരാത്തവര് ഇത് പൂട്ടിയിട്ടിട്ട് 11 മണി പോയി, ഇത് കഴിഞ്ഞപ്പോ പോയി. അല്ല, ഓപ്പൺ ചെയ്യാൻ ഇത് പൂട്ടിയിട്ട് പോയല്ലോ. ഇവര് ലീവില് ഇന്ന് ലീവ് 3 ദിവസം മുമ്പ് ലീവ് മാറ്റി ചെയ്ത് പോയവരാണ് ഇവരുള്ളവര്. അല്ല, അവരുടെ ഡ്യൂട്ടിയിലുള്ളവര് ഇത് പ്രവർത്തന സമയത്ത് ഇത് മുഴുവനായിട്ട് ക്ലോസ് ചെയ്ത് പോയല്ലോ, മുഴുവനായി ക്ലോസ് ചെയ്ത് പോയതാ. മറ്റവർക്ക് എത്താൻ കഴിയാത്തത് കൊണ്ട് ഉച്ചശേഷമാണ് അവര് പൂട്ടുന്നത്. ഈ വണ്ടിയിൽ കയറി കല്യാണത്തിന് പോകുന്നത് ഇപ്പൊ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ആരുമില്ലല്ലോ, സ്റ്റാഫ് ആരുമില്ലല്ലോ സാർ. തുറന്നിട്ട് പറയും ഇന്നപ്പോ ഡ്യൂട്ടിയിൽ നീ കയറേണ്ടതാരാ? ഡോക്ടർ മാത്രമുണ്ട്. ഡോക്ടർ മരുന്നെടുത്ത് കൊടുക്കുമോ? നിങ്ങളോട് എത്ര പേരുണ്ടാവും ഇവിടെ ഡ്യൂട്ടിക്ക്? അവര് 14 പേരുണ്ട്. അവര് വരാതിരിക്കുന്നത് ഇതാണ് ലാസ്റ്റ് പൊതുജനങ്ങളോട് കാണിക്കുന്ന ലാസ്റ്റ് ഇതാണ്. ഞാൻ 11 മണിക്ക് അച്ഛന് പോയ സ്ഥാപനമാണ്. ഈ സ്ഥാപനം തുറക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സമയം സാധാരണക്കാരെ പേഷ്യൻസ് ആണ് ഇവിടെ വരുന്നത്. രണ്ടുപേരാ ഉള്ളത്. 2-6 ഉച്ചയ്ക്ക് വരുന്നത് എനിക്കറിയത്തില്ല. അവർ തന്നെ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്താൽ വരുന്നത്. മെഡിക്കൽ ഓഫീസറുണ്ട്, കോൺട്രാക്റ്റിലുള്ളതാണ്. ഡോക്ടറാണ് ഉള്ളത്. ഇവരുടെ ഡ്യൂട്ടി എൻഎമ്മിന്റെ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇവർ രണ്ടും കൂടെ തന്നെ, ഒരാളുടെ ഡേ ഒരാൾ ആഫ്റ്റർനൂൺ ലീവിലാണ്. അപ്പൊ ചാർജ് കൊടുത്തേക്കുന്നത് കടക്കലത്തെ ഡോക്ടറാണ്. ഒപ്പിട്ട് പോകാറുണ്ട്. അവർ വരട്ടെ, നടപടിയെടുക്കാന്നുള്ളവർക്ക് സാറും തന്നാൽ നമുക്ക് ഈ കാരണം ഇന്ന് ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാരും ജീവനക്കാരും അവിടെ ഒപ്പിട്ടാണ് പോയിട്ടുള്ളത്. അല്ല, പല ദിവസം ഇപ്പോഴാണ് അക്ഷരങ്ങൾ പുറത്തു വരുന്നത്. ഇന്നത്തെ ദിവസം ദേശീയ പതാക ഉയർത്തും പോലെ അവർക്ക് സമയം കിട്ടില്ല. പോട്ടെ, ഇവിടെ വരുന്ന ഇവിടെ ഒരു ശ്വാസം മുട്ടലായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് നെബിലൈസേഷൻ കൊടുക്കാൻ പോലും ഇവിടുത്തെ സ്റ്റാഫിന് തയ്യാറാവുന്നില്ല പരാതികൾ വ്യാപകമായിട്ടുണ്ട്. മുറിവ് ആയിട്ട് ഇവിടെ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അവർ പറയുന്ന ഗവൺമെന്റ് ആശുപത്രിയിലോട്ട് പോകാൻ തൊഴിലാളി ഉൾപ്പെടുന്ന സാധാരണക്കാർ ആശ്രയിക്കുന്ന സ്ഥാപനമായത്. ആ സ്ഥാപനത്തിൽ ജീവനക്കാരും ഡോക്ടർമാരും ഇത്തരം സമീപനം സ്വീകരിച്ചാൽ ഈ ജനങ്ങളെന്ത് ചെയ്യണം? കല്യാണത്തിന് എന്ത് നോക്കട്ടെ, ഒരു മരുന്നെടുത്ത് കൊടുക്കാനുള്ള ആളുകൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്. പോലീസ് സ്റ്റേഷനിൽ ഒരാൾക്ക് കല്യാണം വന്നത് കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷൻ മൊത്തം കാലം പോകും. അങ്ങനെ പറ്റില്ലല്ലോ. ഇത് സർക്കാർ സ്ഥാപനമല്ലേ, ഞങ്ങൾ ആശ്രയിക്കുന്ന ഹോസ്പിറ്റലല്ലേ. അവർക്കെതിരെ നടപടി എന്ത് സ്വീകരിക്കും എന്നുള്ള കാര്യം ഉറപ്പുവരട്ടെ. ഞങ്ങൾ തുറക്കാൻ സമ്മതിക്കുള്ളൂ. അതിന്റെ അധികാരപ്പെട്ടവരെ നമുക്ക് അവരുടെ MLA യും ബഹുമാനപ്പെട്ട MP ആണ് ബന്ധപ്പെട്ടത്. രണ്ടുപേരെ വിളിച്ചത്. രണ്ടുപേരെ മാറ്റിവിട്ടു. നടപടി ഉണ്ടാവണം. വിനോദയാത്ര കല്യാണം ഉണ്ണാൻ പോയിട്ട് വരുന്ന ESI ഉദ്യോഗസ്ഥയാണ് ഈ വാഹനത്തിൽ വന്നത്. പ്രതിഷേധങ്ങൾ ഉണ്ട്, ആരും ഇറങ്ങാതിരിക്കുകയാണ്. ഈ വാർഡിന് ഡോക്ടറാകല്ലേ? ESI ഹോസ്പിറ്റലിന് മുന്നിൽ ഇപ്പോൾ തടിച്ച് കുടിയിരിക്കുന്നു ജനങ്ങൾ. പ്രതിഷേധത്തിൽ പൊതുപ്രവർത്തകർ
ഇപ്പോൾ ആദ്യ ഉദ്യോഗസ്ഥർ വന്ന് ചോദ്യം ഇവരെല്ലാം ഉയർന്ന ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥരാണ്. അടച്ചിട്ടിട്ട് കല്യാണത്തിന് പോയിട്ട് തുരിതുരാ വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് കാണുന്നത്. അതേപോലെ തന്നെ ഹോസ്പിറ്റലിന് മുന്നിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ സമയത്ത് ഈ ഉദ്യോഗസ്ഥർ ഇവിടെ എത്താൻ കാരണം ഇവരുടെ വാഹനങ്ങളെല്ലാം ഈ കാമ്പൗണ്ടിൽ ഇപ്പോൾ വച്ചിട്ടാണ് ഇവർ കല്യാണത്തിന് പോയിരുന്നത്. അതിനാൽ ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഈ കാമ്പൗണ്ടിൽ വാഹനങ്ങളെല്ലാം ഇവരുടെ വാഹനങ്ങളെല്ലാം ഈ കാമ്പൗണ്ടിൽ വെച്ച് ഗേറ്റ് ലോക്ക് ചെയ്ത് പോയതിനാലാണ് വീണ്ടും ഇവർ ഇവിടെ എത്തിയത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇവരുടെ വീടുകളിൽ ഈ സമയത്ത് എത്തിയനെ. പ്രതിഷേധം RDO ഓഫീസറെ അറിയിക്കുന്നു. അറ്റൻഡൻസ് സൂപ്പർ പരിശോധിച്ച് സാറ് റിപ്പോർട്ട് കൊടുത്ത് അവർക്ക് നടപടിയെടുക്കും. എന്നാലും ഉറപ്പ് സാറ് നാളെ തന്നെ നമുക്കറിയാം പുസ്തകം അറിയണം. ഇതൊക്കെ രോഗികൾക്ക് അറിയണ്ടേ? സാറ് ഉറപ്പാക്കാൻ അതിനകത്ത് ഒരു ആവശ്യമായ പരിശോധന നടത്താം. പരിശോധന നടത്തി വേണ്ടുന്ന മേലധികാരികളെ അറിയിച്ച് അതിന്റെ പേര് നടപടി എടുക്കുന്നതിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ വരുന്നതിന് വേണ്ടിയിട്ടാണല്ലോ. അല്ല കളക്ടർ സൗകര്യപ്പെടുത്തിയല്ലേ വരുന്നത്. പരിശോധിക്കാം. വേണ്ടുന്ന പരിശോധന നടത്തി നടപടി സാർ നടപടി സ്വീകരിക്കും സാറേ ഇവർക്കെതിരെ. അല്ല സ്ഥലത്തെ വാർഡ് മെമ്പറാണ് ഗീത ചേച്ചി, അമ്പി ചേച്ചി. ഇപ്പോൾ കല്യാണം ഉണ്ടാൻ പോയ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ESI ഹോസ്പിറ്റൽ തുറക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. കളക്ടറുടെ ഓർഡർ പ്രകാരം റവന്യൂ ആദ്യ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചയിൽ പൊതുപ്രവർത്തകർ അവരുമായുള്ള ഒരു ചർച്ചയിൽ സാറേ ഒഴിഞ്ഞു ഇവിടെ സ്റ്റാഫിന് കുറവാണ് അല്ലേ? പിന്നെ കോൺട്രാക്ട് ഡോക്ടേഴ്സ് അതിൽ ഒരു ഡോക്ടർ ഉച്ചയ്ക്ക് ഒരു ഡോക്ടർ രാവിലെയായിരുന്നു. രാവിലെ ഒരു ഡോക്ടർ 12 മണി വരെയും പേഷ്യൻറ്റിനെ നോക്കി. അത് കമ്പ്യൂട്ടറിൽ നമുക്ക് തെളിവുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു സ്റ്റാഫ് ഒരു പേഷ്യൻ്റ് പോലും ഇല്ലാത്തൊരു സമയം നമ്മളെ കൂടെയുള്ള ഒരു ക്ലർക്കിൻ്റെ കല്യാണമായിരുന്നു. അതുകൊണ്ടായി 12 മണിക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മളിവിടെ നിന്ന് ഇറങ്ങുക. അങ്ങനെ സുഖിനെ വിളിച്ച് അടുത്ത അറ്റൻഡർ പിന്നെ സുഖിനെ പെട്ടെന്ന് വരണേ, പിന്നെ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളെന്ന് പറഞ്ഞു. അങ്ങനെ സുഖിൻ പറഞ്ഞ് ഞങ്ങൾ ഓടി വരാം. പിന്നെ മാഡവും വന്നു ഡ്യൂട്ടിക്ക് ഉച്ചയ്ക്കുള്ള ഡ്യൂട്ടിക്ക് മാഡം വന്നു. സുഖിൻ ഇന്ന് പിന്നെ അടുത്തുള്ളത് കൊണ്ടാണ് സുഖിനെ വിളിച്ച് ഡോക്ടർ എന്നെ ചാർജ് ഡോക്ടർക്ക് പറഞ്ഞിട്ട് വരില്ല മാഡം സുഖിനെ വിളിച്ച് വരാൻ പറഞ്ഞു. പക്ഷേ വന്നപ്പം തുറക്കാൻ സമ്മതിച്ചിരുന്നു. അടച്ചത് കൊണ്ടാണ് തുറക്കാൻ സമ്മതിക്കാതെ. അല്ല എന്നാലും ഒരു മണിക്കൂർ പെർമിഷൻ ചോദിച്ചിട്ടാണ് നമ്മൾ പോയത്. ഒരു മണിക്കൂർ പെർമിഷൻ തീരുമാനം കിട്ടും. അതുകൊണ്ട് ഇതിൻ്റെ പരിസരങ്ങളെല്ലാം കാട് കയറി കിടക്കുക. ഇതും കൂടെ ഒന്ന് അധികാരപ്പെട്ടവരൊന്ന് അറിയണം. ഇത് എന്തെങ്കിലും ചെയ്യുക, നല്ല ശമ്പളം പറ്റി അല്ലെ ഇതിൻ്റെ ഇത് മാന്യമായി ഈ സ്ഥാപനം കൊണ്ടുപോകാൻ വേണ്ടി ഉദ്യോഗസ്ഥരുടെ ഒരു പ്രവർത്തനവും കൂടെ ഇതിലുണ്ടാകണം. കാരണം കൂടും കാട് കയറി കിടക്കുക.